ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനീനം യോഗബധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തുടർന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തി കൃഷ്ണ അവബോധം വളർത്തിയാൽ ജീവാത്മാക്കൾക്ക് തങ്ങളുടെ ജീവിതം ഉദാത്തമാക്കി തീർക്കാം. അവർക്ക് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ ഒരു ശാസ്ത്രത്തിൻ്റെ മാർഗദർശനമാണ് ഇവിടെ കൃത്യമായിട്ട് ഡയറക്റ്റ് എൻട്രി ഫോർ മോക്ഷത്തിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് ഇവിടെ വേദമൂർത്തികൾ നമുക്ക് സൂചന നൽകുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. അതാണെങ്കിൽ കൃഷ്ണ അവബോധ തലത്തിലേക്ക് ഉയരാൻ ഏറ്റവും എളുപ്പമാണ്. ശ്രീകൃഷ്ണൻ തന്നെ യാതൊരു കലർപ്പുമില്ലാതെ നേരിട്ട് മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്നത് ഗീതയിലാണെന്നർത്ഥം. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം തന്നെയാണ് ഇവിടെ വേദമൂർത്തികൾ പറയുന്നത്. അങ്ങനെ ജീവാത്മാക്കൾക്ക് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തി നേടി നേരിട്ട് മനുഷ്യധർമ്മം എന്ന് പറയുന്നത് തന്നെ ഈ മോക്ഷമാർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. ഭഗവത് ധാമത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മനുഷ്യ ജന്മത്തിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യം. ഓരോ ജീവാത്മാക്കളും അനേക ജീവാത്മാക്കളെ ജീവശരീരത്തിലൂടെ കടന്നു വന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അതിന് ഈ മാർഗത്തെ തേടി അലയാതെ തന്നെ ഈ ജീവാത്മാക്കൾ പെട്ടിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ മനുഷ്യജന്മം സ്വായത്തമാക്കണം എന്നർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിൽ തന്നെ കുടുങ്ങിക്കിടന്നുകൊണ്ട് അതിൻ്റെ പിന്നാലെ കെട്ടിമറിഞ്ഞുകൊണ്ടോ ബുദ്ധിജ്ഞാനം കൊണ്ടോ മാത്രം കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എളുപ്പമാർഗത്തിൽ ശരിക്കും ഭഗവത്ഗീത ഒന്നുകൊണ്ട് മാത്രം അതിനെ ഉപയോഗപ്പെടുത്തിയാൽ ഈ പറയുന്ന ഭഗവത് ധാമത്തിലേക്ക് എത്താം എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത് ഭഗവാനാകയാൽ അതിൻ്റെ അവസ്ഥയ്ക്ക് ഉത്തരവാദിയും അദ്ദേഹം തന്നെയാണെന്ന് ചിലർ വാദിച്ചേക്കാം. ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിക്കും സംരക്ഷണത്തിനും പൗരോഷമായിട്ട് ഭഗവാൻ തന്നെയാണ് ഉത്തരവാദി. എന്നാൽ ജീവാത്മാക്കളുടെ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥാഭേദങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും ഉത്തരവാദിയല്ല. ഭഗവാൻ തന്നെയാണ് ഈ പറയുന്ന പ്രത്യക്ഷ പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതിലൊരു പ്രകൃതിയാവുള്ള ഒരു സ്വഭാവവും ഈശ്വരൻ്റെതായ ചില കലർപ്പും ഒക്കെ മായാഭാവത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താമെന്നും അതിൽ രഹസ്യമായിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഈ ഭൗതിക ശക്തികൾക്ക് അടിമപ്പെടാതെ ആധ്യാത്മിക ശക്തിയിൽ നിന്നുകൊണ്ട് ഭൗതികത്തിൽ വ്യവഹരിക്കാൻ പറയുന്നത്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികത്തിൽ വ്യവഹരിക്കും, ഭൗതികത്തിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യും. അതാണ് കുഴപ്പം. ആധ്യാത്മികതയെ, അതായത് ആത്മശക്തിയെ ആശ്രയിച്ചുകൊണ്ട് വേണം ഭൗതികതയിൽ ജീവിക്കാൻ എന്നർത്ഥം. ഈ ഭൗതികതയുടെ മുഴുവൻ ആശ്രയത്വവും ഈ ആത്മശക്തിയാണ്. അപ്പം നമ്മുടെ ശരീരത്തെ പോലും യഥാവിധി സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ രക്ഷിച്ച് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കി ആ ജീവൻ മുക്തഭാവത്തിൽ ആത്മശക്തിയെ വേണം നമുക്ക് ചിന്തയ്ക്കും സംസാരത്തിന് ഇല്ലെങ്കിൽ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉപയോഗിക്കാൻ എന്നർത്ഥം. അതാണ് ഗീതയെ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? യോഗസ്ഥക്കുരു കർമാണി കർമ്മം സംഘം തെക്വാ ധനചയ. ഈ സംഘം എന്തിനോടാ ത്യജിക്കേണ്ടത്? സംഘം ത്യജിക്കുക എന്ന് പറയുന്നത് ആ മമതാബന്ധം, ഈ ഭൗതിക ലോകത്തോടുള്ള മമതാബന്ധം വിട്ടാൽ തന്നെ നമുക്ക് 50% മോക്ഷമാർഗമാവും. നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മൾ ഭൗതികതയെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരനിൽ വ്യവഹരിക്കാൻ ശ്രമിക്കുക. നേരെ തിരിച്ചാണ് വേണ്ടത്. ഈശ്വരൻ്റെ അംശമാകുന്ന ആത്മശക്തി നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ആശ്രയിച്ചുകൊണ്ട് വേണം ഭൗതിക ശരീരത്തെ പോലും വ്യവഹരിക്കാൻ ഉപയോഗിക്കുന്നത്. യന്ത്രാരൂഢാനിമായ എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. ഈശ്വര സർവഭൂതാനാം, എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈശ്വരൻ തന്നെയാണ്. അത് എൻ്റെ ശരീരത്ത് വസിക്കുന്നുണ്ട്. അതിനെ ആശ്രയിച്ചുകൊണ്ട് വേണം ഈ ശരീരത്തെ പോലെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായ ഇന്ദ്രിയ മനോബുദ്ധികളെ പോലും യൂട്ടിലൈസ് ചെയ്യുന്നത്
അത് ഭൗതികതയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്താലും അത് ഈശ്വര തത്വത്തിൽ നിന്ന് വ്യതിചരിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരോക്ഷമായിട്ട് ഈശ്വരനാണ് ഇതിനൊക്കെ ഉത്തരവാദിതി എന്ന് നമുക്ക് തോന്നിയാലും യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തികൾക്കൊന്നും അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഭാവമാണ് വ്യത്യാസം. അതാണ് ഗഹനാകർമ്മണോഗതി എന്ന് പറഞ്ഞത്. ഗഹനമാണത്, അത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഭൗതികതയിൽ നമ്മൾ എന്തൊക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ ആത്മീയ ശക്തിയുടെ പ്രഭാവമാണ് ഈ ഭൗതികത എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അത് താൽക്കാലികമായിട്ട് ദൃശ്യമാകുന്നെങ്കിലും അത് ഭാവിയിൽ അദൃശ്യമാകുന്നതാണ്. അപ്പോഴും നിലനിൽക്കുന്നത് ഈശ്വരശക്തി മാത്രം. എന്തൊക്കെ പ്രത്യക്ഷമായിട്ട് അപ്രത്യക്ഷമാകുമ്പോഴും ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയമായി നിൽക്കാത്ത വിധേയമല്ലാത്തതായിരിക്കുന്ന ആത്മശക്തി നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതിനെ ആശ്രയിച്ചുകൊണ്ട് ഭൗതികതയിൽ വ്യവഹരിച്ചാൽ ഒരിക്കലും ഭൗതിക ശക്തി നമുക്ക് അവിദ്യാദി ദോഷങ്ങളെ ഉണ്ടാക്കി ദുഃഖത്തിലേക്കും പ്രാരാബ്ധത്തിലേക്കും കൊണ്ടുപോവുകയില്ല എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഭഗവാൻ ഒരിക്കലും ഈ അവസ്ഥാഭേദങ്ങൾക്കും നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മളെ അനുഭവങ്ങൾക്കും ഒന്നും ഉത്തരവാദിയല്ല. മേഘം സസ്യജാലങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. മഴക്കാലത്ത് മേഘം വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ സൃഷ്ടിക്കുന്നു. മേഘം ഭൂതലത്തിൽ വെള്ളമൊഴിക്കുന്നു, എന്നാൽ അത് ഭൂമിയെ ഒരിക്കലും നേരിട്ട് സ്പർശിക്കുന്നില്ല. അതുപോലെ ഭൗതിക ശക്തിയുടെ നേരിട്ടുള്ള കടാക്ഷ വീക്ഷണം കൊണ്ട് മാത്രമാണ്, അഥവാ ആത്മസാന്നിധ്യം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഭഗവാൻ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്നത് വേദങ്ങളിൽ ഇക്കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. ഭൗതിക പ്രകൃതിയുടെ നേരെ അദ്ദേഹം ഒന്ന് കടാക്ഷിച്ചു, അങ്ങനെയാണ് സൃഷ്ടി നടന്നത്. ഭൗതിക പ്രകൃതിയുടെ നേരെയുള്ള അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയമായ കടാക്ഷം കൊണ്ട് മാത്രമാണ് ചരവും അചരവും ജീവനുള്ളതും മരിച്ചതുമായ സർവ്വജീവസത്തുക്കളെയും അദ്ദേഹം സൃഷ്ടിക്കുന്നത്. അതിനാൽ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി ഭഗവാന്റെ ലീലകളിൽ ഒന്നായി കണ്ടാൽ മതി. ലീലകളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിക്കുമ്പോഴൊക്കെ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് പരമപുരുഷന്റെ ഈ ആഗ്രഹം പോലും അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യമാണ് എന്ന് പറയാൻ കാരണം. ബദ്ധാത്മാക്കൾക്ക് അവരുടെ സാക്ഷാൽ അവബോധം വികസിപ്പിച്ച് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവാൻ മറ്റൊരവസരം കൂടിയാണിത്. അതിനാൽ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചതിന് സർവേശ്വരനെ കുറ്റപ്പെടുത്താൻ ആർക്കും ആവുകയുമില്ല. കാരണം ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ഈ ഭൂമിയിൽ വന്നിട്ടല്ലാതെ ഒരു ജീവാത്മാവിനും ശരീരത്തോടു കൂടി അല്ലാതെ മോക്ഷമാർഗം തേടാൻ യാതൊരു പ്ലാറ്റ്ഫോമും ഇല്ല എന്നർത്ഥം. എവിടെ പോയാലും ഉള്ള ദേവന്മാരുടെ അടുത്തേക്ക് ഉപാസിച്ച് അവരുടെ അടുത്തേക്ക് പോയാലും തിരിച്ച് ക്ഷീണേ പുണ്യ മർത്യലോകം വിശാലം എന്ന് പറയുന്നത് വീണ്ടും വരേണ്ടി വരും ഭൂമിയിലേക്ക്. ഇനി സ്വർഗത്തിൽ പോയാലും പുണ്യത്തിൻ്റെ അവസ്ഥ ക്ഷയിച്ചു കഴിഞ്ഞാൽ തിരിച്ചും കൊണ്ട് വരേണ്ടി വരും. ഇനി ഏത് പിതൃലോകത്ത് പോയാലും വേണ്ടില്ല, പരലോകത്ത് പോയാലും വേണ്ടില്ല, ആ കർമ്മത്തിൻ്റെ ബന്ധനം തീർന്നാൽ ആ പരലോകത്തുള്ള ജീവാത്മാക്കളെല്ലാം തന്നെ ഭൂമിയിൽ വന്നിട്ട് വേണം അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രക്രിയ ശരീരത്തിലൂടെ മാത്രമേ സാധിക്കൂ. സൂക്ഷ്മ ശരീരത്തെ കൊണ്ടോ ഇല്ലെങ്കിൽ കേവലം ആത്മാവിനെ കൊണ്ടോ ഈ പറയുന്ന പ്രക്രിയകളും അപ്ഗ്രേഡേഷനും ഒന്നും നടക്കില്ല. ആത്മാവ് നേടുന്ന ഏത് സ്ഥിതിയിലാണോ ആ സ്ഥിതിയിലാണ് അത് അനുവർത്തിക്കും. അപ്പോൾ ഭഗവത് ധാമത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെയാണ് സങ്കേതം, ശരീരം മാധ്യമമാണ്. അപ്പോൾ ഈ ശരീരത്തോടു കൂടി മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് നമുക്കിതൊക്കെ വിശകലനം ചെയ്യാനുള്ള ബുദ്ധി, വിശേഷ ബുദ്ധി, അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്രകാരമാണ് ഭഗവത് ധാമത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ള മാർഗം സ്വയം ഭഗവാൻ പറഞ്ഞതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തുക. അല്ലാതെ കേവല പുസ്തക ജ്ഞാനം കൊണ്ടോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആചാര്യന്മാരോ ഇല്ലെങ്കിൽ കേമന്മാരായിട്ടുള്ള മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളതൊക്കെ പഠിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ അവരുടെ നേരിട്ട് തന്നെ സത്സംഗത്തിലൂടെ അവരുടെ ഉപദേശങ്ങളോ ഇല്ലെങ്കിൽ കഥാശകലങ്ങളോ താത്വിക ബോധത്തെ ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങളോ ഒക്കെ കേട്ടാലും ആ മാർഗത്തെ ദർശനത്തിന് ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. നമ്മൾ സ്വയം അതിനെ പ്രയോജനപ്പെടുത്തണം. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ഈ പുരാണങ്ങളും ഉപനിഷത്തുകളും പലരും സ്വാർത്ഥകമാക്കിയിട്ടുള്ള പല വഴികളും നമ്മൾ അവരെയൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ അബദ്ധമാണിത്.
അതായത് പൂന്താനമായിക്കോട്ടെ, മേൽപ്പത്തൂർ പട്ടേരിപ്പാട് ആയിക്കോട്ടെ, ആഞ്ഞമാധവൻ നമ്പൂരി ആയിക്കോട്ടെ, ഇതുപോലുള്ള കേമന്മാരുടെ ശങ്കരാചാര്യരോ അതുപോലുള്ള കേമന്മാരുടെ ഋഷീശ്വരന്മാരും മഹാത്മാക്കളും ഒക്കെ നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഈ വഞ്ചനകൻ അടക്കമുള്ള രാജാക്കന്മാർ വരെ ഉണ്ട്. യുഗങ്ങളായിട്ട് തന്നെ ഇത് തുടർന്ന് വരുന്ന സാർത്ഥകമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവരൊക്കെ ലക്ഷ്യപ്രാപ്തി നേടിയവരാണ്. ഒരു മനുഷ്യജന്മത്തിൽ തന്നെ ലക്ഷ്യപ്രാപ്തി നേടിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർ വച്ചിട്ടുള്ള അത് സാക്ഷാത്കരിച്ചതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഫലങ്ങളാണ് അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ശരിക്കും ഈ ഭക്തി മാർഗത്തെ, ഭഗവാൻ പറഞ്ഞ മാർഗത്തെ ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതം ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് ഈ പറയുന്ന നാരായണീയമായിക്കോട്ടെ, അതുപോലുള്ള വ്യാഖ്യാനങ്ങളായിക്കോട്ടെ, ഏതിനെപ്പറ്റി എന്താണെങ്കിലും അവരുടെ സാക്ഷാത്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാർഗദർശനത്തിന് കിട്ടിയെന്നേ ഉള്ളൂ. അവരുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ അതേപടി തന്നെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടന്നുവന്നിരിക്കില്ല. ഇപ്പോൾ പട്ടേരിപ്പാട് ഇത് വായിച്ചിട്ട് വാതരോഗത്തെ മുക്തമാക്കി എന്ന് പറഞ്ഞാൽ നാരായണീയം വായിച്ചിട്ട് രോഗമുക്തി നേടാം എന്നുള്ളത് ഒരു ഫലേച്ഛയാണ്. പക്ഷേ അത് എല്ലാവർക്കും അതേപോലെ തന്നെ സാധിച്ചോളണം നിർബന്ധമില്ല. അവരവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണോ, അവരവരുടെ കർമ്മബന്ധനം എന്താണോ, ഇതൊക്കെ വ്യത്യസ്തമാണ്. ജന്മവാസനയും കർമ്മവാസനകൾ, അഭിലാഷങ്ങളും ഒക്കെ, അഭിഷ്ടങ്ങളും ഒക്കെ വ്യത്യാസമാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഒരു പൂന്താനത്തെ പോലെയോ ഇല്ലെങ്കിലും പട്ടേരിപ്പാടിനെ പോലെയോ ഒരു ശങ്കരാചാര്യരെ പോലെയോ ആകാനല്ല ശ്രമിക്കേണ്ടത്. ഭഗവാൻ പറഞ്ഞത് എന്താണോ അതിനെ നമ്മുടെ ജീവിതത്തിൽ യുക്തിസഹജമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിന് ഇടവഴിയിൽ നമുക്ക് ചിലപ്പോൾ ചില ഇൻറ്റ്യൂഷൻസ് കിട്ടിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ പുസ്തകം എഴുതാനോ എന്തെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിച്ചെന്നിരിക്കും. അത് ഈ മാർഗത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ്. ഇത് ആര് ഈ മാർഗത്തിൽ പ്രവേശിച്ചാലും അവർക്ക് ഈ പറയുന്ന ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അവരെ സഹായിക്കാനുള്ള പ്രകൃതി തത്വങ്ങൾ തന്നെ എല്ലാ തരത്തിലും വിവിധ നാമരൂപങ്ങളിൽ പെട്ടവരെ ഈശ്വരൻ തന്നെ വിവിധ രൂപത്തിലോ നാമത്തിലോ ഗുരുക്കന്മാരുടെ രൂപത്തിലോ ഒക്കെ സഹായിക്കാനും വന്നിരിക്കും. എന്തിനാ? നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളത് ഭഗവാൻ പ്രകൃത്യാ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് പ്രത്യേകം ഭഗവാൻ ഒരു അവതാരം എടുത്തു വരുവോ ഇല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ വരുവോ എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. ആര് ഏത് സ്റ്റേജിൽ ലക്ഷ്യം തീരുമാനിച്ച് ചലിക്കാൻ ശ്രമിക്കുന്നോ അവരെ സഹായിക്കുക എന്നുള്ള ഒരു പ്രകൃതി തത്വം തന്നെ ഇവിടെ കാമധേനുവിനെ പോലെ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റേജ് അപ്ഗ്രഡേഷൻ കിട്ടുന്നതനുസരിച്ച് തന്നെ സംഭവിക്കുന്ന അർത്ഥം. അതുകൊണ്ട് അരൂപവാദികളും സ്വരൂപവാദികളും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ ചർച്ചാ വിഷയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അരൂപസങ്കല്പം, അതായത് നിർവ്യക്തക സങ്കല്പം, അമൂർത്തി സങ്കല്പം നിരുപേക്ഷാത്മാവിൽ ലയിക്കലായിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഭൗതികമായ നാനാത്വങ്ങളെല്ലാം നിഷ്ഫലമാണെന്ന് ശൂന്യവാദം പറയുന്നു. ഈ പറഞ്ഞ രണ്ട് ദർശനങ്ങളും മായാവാദം എന്നാണ് അറിയപ്പെടുന്നത്. ജീവാത്മാക്കൾ നാരായണന്റെ ശരീരത്തിൽ വലയം പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രപഞ്ച പ്രത്യക്ഷം അവസാനിക്കുന്നു. അതോടെ അടുത്ത സൃഷ്ടി വരെ ശൂന്യമാവുകയും ചെയ്യുന്നു. ഇതിനെ വേണമെങ്കിൽ നിർവ്യക്താവസ്ഥ എന്ന് വിളിക്കാം. എന്നാൽ ഈ അവസ്ഥകളൊന്നും നിത്യമല്ല. ഭൗതിക ലോകത്തിൻ്റെ ഈ ബഹുവർണ്ണ തത്വത്തിൻ്റെ അന്ത്യവും നിരപേക്ഷാത്മാവിൻ്റെ ശരീരത്തിൽ ജീവാത്മാക്കളുടെ ലയവും സ്ഥിരമല്ല. കാരണം വീണ്ടും സൃഷ്ടി നടക്കും. കൃഷ്ണ അവബോധം വളർത്താതെ സത്യത്തിൻ്റെ ശരീരത്തിൽ വിലയം കൊള്ളുന്ന ജീവാത്മാക്കൾക്കൊക്കെ മറ്റൊരു സൃഷ്ടി നടക്കുമ്പോൾ ഭൗതിക ലോകത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് ഭഗവത്ഗീത ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലോ. ഈ പ്രക്രിയ നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ബ്രഹ്മലോകം മുതൽ താഴെ ഉറുമ്പ് വരെയുള്ളതിനൊക്കെ പുനരാവർത്തനത്തിന് വിധേയമാണെന്ന് പറയുന്നത്. കൃഷ്ണ അവബോധം ഇല്ലാത്തവർ ഭൗതിക ലോകം പ്രത്യക്ഷമാകുമ്പോൾ ഒക്കെ വീണ്ടും വീണ്ടും മടങ്ങി വരികയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അതൊരു പ്രോസസ്സാണ്. ഇത്തരം ബദ്ധാത്മാക്കൾ ഈ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് കൃഷ്ണ അവബോധം വളർത്തി അവർ ഉപരിലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടും.
ഒരിക്കലും അവർക്ക് ഭൗതിക ലോകത്തേക്ക് മടങ്ങി വരാതെ ഇരിക്കാനുള്ള അവസ്ഥയിലേക്ക് അതിനുള്ള ബുദ്ധിയോഗത്തെ ഭഗവാൻ തന്നെ നൽകുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ശൂന്യവാദികളും മായാവാദികളും ഒന്നും ബുദ്ധിമാന്മാരല്ല. കാരണം അവർ ഭഗവത് പാദങ്ങളിൽ അഭയം തേടുന്നില്ല. അല്പബുദ്ധികളാകയാൽ ഇക്കൂട്ടർ നിർവ്വാണം പ്രാപിക്കാനോ, അതായത് ഭൗതിക അവസ്ഥയ്ക്ക് വിരാമമിടാനോ, ഭഗവാന്റെ ശരീരത്തിൽ വലയം ചെയ്തു ഐക്യം പ്രാപിക്കാനോ വേണ്ടി കഠിന തപോ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്കെല്ലാം വീണ്ടും പതനം സംഭവിക്കും. കാരണം അവർ ഭഗവത് പാദങ്ങളെ അവഗണിക്കുന്നു. ഈ കൃഷ്ണ അവബോധം ഉണ്ടാക്കാതെ അതായത് ശ്രീകൃഷ്ണൻ്റെ പൂർണ്ണ അവതാര തത്വങ്ങളെ വേണ്ട വിധം വിശകലനം ചെയ്ത് പഠിക്കുകയോ അത് പഠിക്കുന്നതോടൊപ്പം ഗീത ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തേണ്ട വേണം. അതാണ് ഭഗവാൻ അവതാര തത്വത്തിലും പറഞ്ഞത്. ജന്മകരം പഞ്ചമേ ദിവ്യം ഏവം യോപേത്തി തത്വത തിക്വാദേഹം പുനഃജന്മ നൈതിമാസോ അർജുന. അതായത് ഭഗവാന്റെ ജന്മവും അതിനുദാഹരണമാണ്. ഭഗവാൻ ഗീതാതത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതം പൂർണ്ണമാക്കിയവനാണ് ശ്രീകൃഷ്ണൻ എന്നർത്ഥം. അതുകൊണ്ട് അദ്ദേഹം ക്ലിയർ കട്ട് മാർഗദർശനം മനുഷ്യന് നൽകിയിട്ടുണ്ടെന്നർത്ഥം. അത് യുക്തിസഹതമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ സ്വഭാവം, ഏത് സ്വഭാവത്തിൽ വർത്തിക്കുന്നവരാണെങ്കിലും ഗീതാശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യവും. വൈദിക സാഹിത്യം പഠിക്കുകയും അതേക്കുറിച്ച് പ്രാമാണികന്മാരിൽ നിന്ന് കേൾക്കുകയും ചെയ്ത ശേഷം കൃഷ്ണൻ മാത്രമാണ് പരമാചാര്യൻ എന്ന് സമസ്ത ജീവാത്മാക്കളും അദ്ദേഹത്തിൻ്റെ നിത്യദാസന്മാരാണെന്നും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തൻ്റെ ചൈതന്യ ചരിതാമൃതത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വേദമൂർത്തികളുടെ പ്രാർത്ഥന സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നുവച്ചാൽ എല്ലാവരും പരമവിഷ്ണുവിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഭഗവാന്റെ പരമനിയന്ത്രണത്തിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്നു എന്ന് മാത്രം. യന്ത്രാരൂഢാനിമായ എല്ലാവരും പരമപുരുഷനെ എന്നാൽ ഭയപ്പെടുന്നുമുണ്ട്. എന്തിനാ ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.